അന്ധകാരത്തിൽ നിന്ന് ജനം വലിയ പ്രകാശം കണ്ടു. മരണത്തിന്റെ നാട്ടിലും നിഴലിലും ഇരുന്നവർക്കായി പ്രകാശം ഉദയം ചെയ്തിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് യേശുവിൻ്റെ ജനനം നമുക്ക് സമ്മാനിക്കുന്നത് പാപത്തിന്റെ ശിക്ഷയിൽ നിന്നുള്ള മോചനത്തിന്റെ സന്തോഷമാണ്. ദൈവത്തെ നഷ്ടപ്പെടുത്തിയതിന്റെ ദുഃഖത്തിൽ നിന്നുള്ള വിടുതലിന്റെ ആനന്ദമാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ 17-ാം വാക്യത്തിൽ ഇക്കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷ വിധിക്കാനല്ല, പ്രത്യുത അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാനാണ്. അവനിൽ വിശ്വസിക്കുന്ന ആരും ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നില്ല. അതിനാൽ ക്രിസ്മസിന്റെ സന്തോഷം വിശേഷ വസ്തുവകകളോ വസ്ത്രാഭരണങ്ങളോ വാങ്ങുന്നതിലോ വിശിഷ്ട ഭക്ഷണപാനീയങ്ങളുള്ള വിരുന്ന് ആസ്വദിക്കുന്നതിലോ വിലയേറിയ സമ്മാനങ്ങൾ സ്വീകരിക്കുന്നതിലോ കൊടുക്കുന്നതിലോ കുടുംബാംഗങ്ങളുടെയും സുഹൃത്തുക്കളുടെയും ഒത്തുചേരലിലോ ഒക്കെ കണ്ടെത്തുന്നത് ക്രിസ്മസിന്റെ യഥാർത്ഥ അർത്ഥം തന്നെ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. യേശുവിൻ്റെ രക്ഷാകര ജനനത്തിന്റെ ഉദ്ദേശം തന്നെ അതുമൂലം നാം വിസ്മരിക്കുകയാണ് ചെയ്യുന്നത്. സാന്റായ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന കരോൾ പരിപാടിക്കോ മനുഷ്യരുടെ സ്തുതി കെട്ടാൻ വേണ്ടി തയ്യാറാക്കുന്ന ഗ്രാൻഡ് പുൽക്കൂടിനോ കാഴ്ചക്കിമ്പമേകുന്ന നക്ഷത്ര അലങ്കാരങ്ങൾക്കോ രക്ഷയുടെ ആനന്ദം തരാനാവില്ല. ആഘോഷപൂർവകമായ ദേവാലയ തിരുക്കർമ്മങ്ങളിലെ കേവലവും ബാഹ്യവുമായ പങ്കാളിത്തത്തിന് പോലും ക്രിസ്മസിന്റെ യഥാർത്ഥ സന്തോഷം പകരാൻ കഴിയുകയില്ല. ലോകം മുഴുവൻ നേടിയാലും കിട്ടാത്തതും യേശുവിനെ സ്വന്തമാക്കുമ്പോൾ മാത്രം ലഭിക്കുന്നതുമായ രക്ഷയുടെ ആനന്ദമാണ് ക്രിസ്മസിന്റെ യഥാർത്ഥ സന്തോഷം. നോ ജീസസ്, നോ ക്രിസ്മസ്. The reason for the season is Jesus Christ.